6th സ്റ്റാൻഡേർഡിലെ ഫുൾ ടൈം ഫീസ് എത്രയാ? 28,270. ചെക്ക് എഴുതുമ്പോഴേ സ്കൂളിന്റെ സ്പെല്ലിംഗ് മാറാൻ നോക്കണേ. ബഷീർക്കാ, ആ, മോളുടെ ഫീസ് അടക്കാൻ വന്നതാ. PTA മിനിറ്റ്സിന്റെ ഫയൽ കണ്ടോ സുധി? ഞാൻ ഒന്ന് ശ്വാസം വിട്ടോട്ടെ. പതുക്കെ മതി. എന്ത് ശ്വാസോ? രാവിലെ വന്നപ്പോ തൊട്ട് കുറുപ്പ് സാർ അത് അന്വേഷിക്കണ്ടായിരുന്നു, അതുകൊണ്ട് ചോദിച്ചതാ. ദാ റെസീപ്റ്റ്. താങ്ക് യു. നിർമ്മലേ, സുധി, ഞാൻ പോട്ടെ. ശരി ശരിക്കാ. എല്ലായിടത്തും അന്വേഷിക്കുമ്പോൾ ഇവിടെയും കൂടി ഒന്ന് അന്വേഷിച്ചുകൂടെ? ഇതല്ലേ സാധനം? ആ, ഇത് തന്നെ ഇത് തന്നെ. എത്തിയോ? എത്തും, ചിലപ്പോൾ എത്താതിരിക്കും. പ്യൂണിൻ്റെ പണി ചെയ്താൽ മതി. ക്ലാർക്കും പിയൂണൊക്കെ കണക്ക് തന്നെയാ. കുറുപ്പ് സാറേ അകത്തുനിന്ന് അന്വേഷിക്കുന്നുണ്ട്, ചെല്ല്. ഇന്നത്തേക്കുള്ളതൊക്കെ ആയിട്ടുണ്ടാവും. ഈ സ്കൂൾ പ്രോഗ്രസീവായി മുന്നോട്ട് പോകണമെന്നേ മാനേജർ എന്ന നിലയിൽ എനിക്കും ഇവിടുത്തെ മാനേജ്മെൻറ്റിനുള്ളൂ. ഞാനത് അടുത്ത മീറ്റിങ്ങിൽ മാനേജ്മെൻറ്റിനോട് സ്ട്രോങ് ആയിട്ട് പുഷ് ചെയ്യാം. ഇനി അത് മുഴുവൻ ചോദിക്കാമെന്ന് നേരം സന്ധ്യാകഥ കയറി വാടും. PDF ഫയൽ എന്നാ ഞാൻ ഇറങ്ങട്ടെ. ആലത്തൂർ നമ്മുടെ പുതിയ ഹോട്ടലിലെ പണിയടക്കാം. കോൺട്രാക്ട് കൊടുത്തിരിക്കുക. എന്നാലും നമ്മുടെ കണ്ണിലാച്ച പ്രശ്ന. ആ ശരി, വാടോ, ചോദിക്കട്ടെ. എന്തായി കാര്യങ്ങൾ? സെപ്റ്റംബർ വരെയുള്ള അക്കൗണ്ട്സ് കംപ്ലീറ്റ് അപ്ഡേറ്റഡ് ആണ്. B.Ed കോഴ്സിന്റെ കംപ്ലീറ്റ് ഫോളോ അപ്പ് ഫയൽസും ഇന്ന് തന്നെ വീട്ടിലെത്തിക്കണം. നാളെ മിനിസ്റ്ററായിട്ട് മീറ്റിംഗ് ഉള്ളതാണ്. ആ, സാർ ഇറങ്ങാറായോ? ഞാൻ സാറിനെ കാണാൻ വരുമായിരുന്നു. താൻ ഏതോ സീരിയലിൽ അഭിനയിക്കാൻ തുടങ്ങിയെന്ന് കേട്ടല്ലോ. എന്താടോ ഇത്? താൻ ഒരു സ്കൂൾ മാഷല്ലേ? ഞാൻ ശ്രീദേവി മാഡത്തിന്റെ പെർമിഷൻ മേടിച്ചാണ്. മാത്രമല്ല സ്കൂൾ ഡ്യൂട്ടിയെ ബാധിക്കാത്ത രീതിയിലുള്ള അഭിനയം. പിന്നെന്താ പ്രോബ്ലം? ഇങ്ങനെയാണെങ്കിൽ ഈ വണ്ടി അധികകാലം ഓടില്ല. ഓടിക്കണം എന്ന് എനിക്കും ആഗ്രഹമില്ല സാർ. ഇന്ധനം തീരെ കുറവാണ്. മാത്രമല്ല അഭിനയം എൻ്റെ രക്തത്തിലുള്ളത്. ആ സീരിയലിൽ വല്ല പോസിറ്റീവ് ക്യാരക്ടറും എനിക്ക് ചെയ്തുകൂടെ? വില്ലനാവാൻ പറ്റിയൊരു രൂപം. അതൊക്കെ ചെയ്തിട്ട് താനിവിടെ വരുമ്പോൾ കുട്ടികൾ തന്നെ കണ്ട പേടിക്കില്ലേ? എല്ലാ കഥയിലും ഒരു വില്ലൻ വേണ്ടേ സാറേ? സാർ എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് കാണണം. എൻ്റെ ഫ്രീസ് എൻ്റെ മോത്ത. നീ എന്താ ഇന്നലെ സ്കൂളിൽ വരാഞ്ഞ? ഞായറാഴ്ച ഈ സ്കൂൾ ഇവിടെ തന്നെയുണ്ട്. വരാൻ പറഞ്ഞ വരണം, മനസ്സിലായോ? എന്റെ ഒറ്റ ആളുടെ വാക്കിന്റെ പുറത്താ നിന്നെവിടെ ജോലിക്ക് വെച്ചേക്കണമെന്ന് അറിയാലോ. എന്തെങ്കിലും അനുസരണക്കേട് കാണിച്ചാൽ ഈ പടിക്ക് പുറത്തേക്ക് എന്റെ ഒരു വാക്ക് മതി. എന്താണോ ഇത്? ടെൻഷൻ. ഇവിടുന്ന് പുറത്തിറങ്ങിയ നിന്റെ ഗതി എന്താവോന്ന് അറിയാലോ? തെണ്ടും. ബോംബെ എന്നുള്ള പണി പോയിട്ട് ഇവിടെ വന്നൊന്ന് മൂങ്ങിയതൊന്നും മറന്നിട്ടില്ലല്ലോ. അതൊന്നും എന്നെ കൊണ്ട് ആവർത്തിപ്പിക്കാതിരുന്ന നിനക്ക് നല്ലത്, മനസ്സിലായോ? ഉബേ, ഒന്ന് സൈഡാക്കിയിടും. എടോ, താൻ ആള് കൊള്ളാലോടോ. മുകേഷ് ചേട്ടൻ കോമഡി ഒക്കെ പറഞ്ഞെങ്കിലും പുള്ളിയെ ചിരിപ്പിക്കാൻ ഭയങ്കര പാടാണ്ടാ. വിചാരിച്ച പോലെ അല്ല. സാറിങ്ങനെ റോഡിൽ നിന്നൊക്കെ മൂത്രം ഒഴിക്കുമോ? വേറെ എന്തെങ്കിലും ആയിരുന്നെങ്കിൽ ആരുടെയെങ്കിലും കൊടുത്തയക്കായിരുന്നു. ഈ സാധനം നമ്മൾ തന്നെ ഒഴിച്ചു കളഞ്ഞല്ലേ പറ്റൂ. താൻ ഒഴിക്കടോ. ഒരുത്തി നോക്കി ചിരിക്കണേണ്ട. മുകേഷ് സാറിൻ്റെ കൂടെ ഇങ്ങനെയൊന്നും മൂത്രം ഒഴിക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചില്ല. മൂത്രം ഒഴിക്കും. ഷീല പേരിത്തിരി പഴയതാണെങ്കിലും മുഖത്തിരി പുതിയതല്ലടാ. നോക്ക് ഇങ്ങോട്ട് തന്നെ. നീ നോക്കാറായിട്ടില്ലേ? നീ ചെറുക്കണേ. ഇപ്പൊ പഴയ പേരടാ ഫാഷൻ. ജാതകപ്പൊരുത്തോ ഉണ്ട്. ദേ, 2 ദോശകളുടെ മാവേ ഉള്ളിനി. ആക്രാന്തം കാണിച്ചു വെറുതെ. അമ്മയുടെ ചമ്മന്തിയാ ഉഗ്രൻ. പ്ലീസ്. എനിക്കിഷ്ടം അമ്മയുടെ മോര് കൂട്ടാനാ. അമ്മേനെ മോര് ശാന്താ ഈ മോഹനാട്ടം കളിയാക്കി വിളിക്കണേ. ആര് വിളിച്ചു? ആ പൂജാമുറിയിൽ ഇരുന്ന തീപ്പെട്ടി എവിടെയാ?
ആവൂ പൂജാമുറിയിലത്തെ തീപ്പെട്ടി അടുക്കളയിൽ ഉപയോഗിക്കുന്നത് 100 വട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ ഗ്യാസ് ഒന്ന് കത്തിക്കാൻ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഗുരുവായൂരപ്പൻ വന്ന് കത്തിച്ചു തരുമോ? ഒന്നും മിണ്ടാണ്ടിരിക്കണ്ടോ? ഒരു ഗുരുവായൂരപ്പനും തീപ്പെട്ടിയും മോരിശാന്തി എൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമല്ലേ ഇത്? എന്ത്? എൻ്റെ അവർക്ക് എന്താ? അതെ, സുധിയുടെ പെണ്ണ് കാണലിന്റെ കാര്യം അച്ഛാ. അതല്ലേ അവനോട് തീരുമാനം എടുത്തോളാം ഞാൻ പറഞ്ഞല്ലോ. കുട്ടിയെ ഇഷ്ടപ്പെട്ടാൽ നേരിട്ട് പോയി അങ്ങോട്ട് കാണാം, അല്ലാണ്ട് വെറുതെ അവരെ ബോംബെന്ന് വരുത്തി ബുദ്ധിമുട്ടിക്കണ്ട. ഈ മനുഷ്യനെ കൊണ്ട് ഞാൻ തോറ്റു. ഏ? ഒറ്റപ്പാലത്തുള്ള അമ്മ വീട്ടിൽ 12-ാം തീയതി ആ കുട്ടി വരുമെന്നല്ലേ പറഞ്ഞത്? ഔ അത് ഞാൻ അങ്ങോട്ട് മറന്നു. ആദ്യം സ്വന്തം മോന്റെ കാര്യം നോക്കൂ, എന്നിട്ട് മതി ദൈവത്തിന്റെ കാര്യം. ബി.എഡ് എന്ന് പറഞ്ഞാൽ വലിയ കുഴപ്പമില്ല അല്ലേ? ഏപ്രിൽ ആകുമ്പോഴേക്കും ആ കുട്ടിയുടെ കോഴ്സ് കഴിയും. കല്യാണം കഴിഞ്ഞാൽ കുറുപ്പ് സാറിനോട് പറഞ്ഞിട്ട് നിന്റെ സ്കൂളിൽ തന്നെ ഒരു ജോലി വാങ്ങി കൊടുക്കാമല്ലോ. ആ പിന്നെ അവര് നമ്മുടെ അത്ര തറവാടികളൊന്നുമല്ല. നിനക്ക് നല്ലോണം ബോധിച്ചെങ്കിൽ മാത്രം മതി കേട്ടോ. എനിക്കിത് കേൾക്കുമ്പോഴാണ് ഞാൻ കല്യാണം കഴിക്കുന്ന ഡിമാൻഡ് അച്ഛൻ അറിയാലോ. എന്ത്? ഞാൻ ജീവിതത്തിൽ ആകെ ഒരു പെൺകുട്ടിയെ കാണുള്ളൂ. അത് ശരിയായില്ല വെച്ചാൽ ഞാൻ പിന്നെ കല്യാണം കഴിക്കില്ല. ഓ പിന്നെ എന്ത് പിന്നെ? ആഴ്ചയിൽ നിന്നെ പോലെ പെണ്ണ് കണ്ട് കിടക്കലല്ലേ എൻ്റെ പണിയെന്നല്ലേ? തന്നെ. നീ വേഗം വന്നേ, 3 മണിക്കാ ഷോ. മോനെ, ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം, അങ്ങനെ 4 ആശ്രമങ്ങളാണ് ഒരു മനുഷ്യന്റെ ആയുസ്സിന്. ഗാർഹസ്ഥ്യം ഒരു പീഡനാണെങ്കിലും അത് അനുഭവിക്കേണ്ട അവസ്ഥ തന്നെയാണ്. അയ്യടാ, മോനോട് പറഞ്ഞു കൊടുക്കാൻ പറ്റിയ ഒരു വേദാന്തം നിങ്ങളന്ന് പോയി പൂജിക്കുന്നുണ്ടോ? എടാ മോനെ, ദിവാകരൻ വരുമ്പോൾ ഞാൻ എന്താ പറയണ്ടേ? എൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടില്ലേ? എന്ത് പറയാൻ? എൻ്റെ കുറവുകളൊക്കെ പറഞ്ഞിട്ടില്ലേന്ന്? എന്നാ പിന്നെ നിന്റെ കുറവുകളെല്ലാം കൂടി ഒരു ലിസ്റ്റ് എഴുതി അവൾക്ക് കൊടുക്ക്. അപ്പോഴേക്കും അവൾക്ക് 2 കുട്ടികളാവും. എന്തായാലും നീ പോയിട്ട് ആദ്യം ആ കുട്ടി ഒന്ന് കാണ്. എന്തായാലും അവർക്ക് എതിർപ്പൊന്നും ഉണ്ടാവില്ല മോനെ. അതെ, എനിക്ക് ആലോചിക്കാൻ കുറച്ച് സമയം വേണം. ഇതൊന്നും നടന്നു കണ്ടാ മതിയായിരുന്നു എൻ്റെ ഭഗവാനെ. ഈ കല്യാണം മരണം എന്നൊക്കെ പറയണത് ഒരു യോഗ. അത് നടക്കേണ്ട സമയമാകുമ്പോൾ നടക്കും. അയ്യോ, എനിക്ക് തന്നെ ഇടിച്ചങ്ങ് ചാവാനാ തോന്നണേ. രാമ 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 കൃഷ്ണ ഗോവിന്ദ രാമകൃഷ്ണ. സ്കൂളിൻ്റെ ISS സർട്ടിഫിക്കേഷൻ്റെ ചാർജ് എനിക്ക്. അതിൻ്റെ ഓവർലോഡ് നന്നായിട്ടുണ്ടേ. സ്കൂൾ ഫീന് IS ഉണ്ടോ? പിന്നെ ഐ എം ദ ഇംപ്ലിമെൻറ്റേഷൻ ടീം. സംസാരിച്ചോളൂ കേട്ടോ. അമ്മായി നമ്മുടെ ആളുകളൊക്കെ ഇപ്പോഴും ഭയങ്കര കൺസർവേറ്റീവ് അല്ലേ? ഞാനും കുറേയൊക്കെ അങ്ങനെ തന്നെയാ. പിന്നെ അച്ഛന് ജോലി ബോംബെയിലായോണ്ട് അവിടെ ജീവിച്ചു എന്നേ ഉള്ളൂ. എനിക്ക് നാടാ ഇഷ്ടം. അറ്റ് ദ സെയിം ടൈം കരിയറും ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ? അത് ശരിയാ. എനിക്ക് നാട് തന്നെ ഇഷ്ടം. പുറത്തൊക്കെ എന്താ അല്ലേ, കംപ്ലീറ്റ് കൊല, വെടിവെപ്പ്, രോഗങ്ങൾ. അപ്പൊ ഇവിടെ അതൊന്നും ഇല്ലെന്നാണോ? ഉണ്ട്, പക്ഷേ കുറവാണല്ലോ. എനിക്ക് സംസാരിക്കുമ്പോൾ ഇങ്ങനെ ചെറിയൊരു പ്രോബ്ലം ഉണ്ട് കേട്ടോ. അച്ഛൻ പറഞ്ഞിരുന്നു. ആ, അത് വളരെ നന്നായി. ട്രീറ്റ്മെൻറ്റൊക്കെ നടക്കുന്നുണ്ട്. എന്നാലും ചില സമയത്ത് ഇങ്ങനെ എനിക്ക് ഫോളോ ചെയ്യാൻ പറ്റണ്ടല്ലോ, പിന്നെന്താ. ഷീലയ്ക്ക് മ്യൂസിക്കിലൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ടോ? എനിക്ക് ചെറിയ എഴുത്തിൻ്റെ അസുഖമുണ്ട് കേട്ടോ. പാട്ട് എഴുതൂ? ഞാൻ 8ാം ക്ലാസ് വരെ പാട്ട് പഠിച്ചതാ, പിന്നെ ബോറടിച്ചു. ഓ ശരിക്കും?